ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ നാലാമത്തെ ചാപ്റ്ററായിട്ടുള്ള അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഫോക്കസ് ഏരിയയിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, കോംപ്ലക്സ് ടിഷ്യൂ, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം, ഡൈക്കോട്ടിലെഡനസ് സ്റ്റെം, മോണോകോട്ടിലെഡനസ് സ്റ്റെം, ഡൈക്കോട്ടിലെഡനസ് റൂട്ട്, മോണോകോട്ടിലെഡനസ് റൂട്ട്, ഡൈക്കോട്ടിലെഡനസ് ലീഫ്, അതായത് ഡോർസി വെൻട്രൽ ലീഫ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയ ബേസ്ഡ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് തന്നെ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അനാറ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെയോ മറ്റേതെങ്കിലും ജീവികളുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഉള്ളിലുള്ള ഘടനയെ പറ്റി പഠിക്കുന്നതിനാണ് നമ്മൾ അനാറ്റമി എന്ന് പറയുക. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മോർഫോളജിയാണ്. മോർഫോളജി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൻ്റെ പഠനമാണ്. അനാറ്റമി എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെ പഠനം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ അനാറ്റമിയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം വരുന്ന ടോപ്പിക്സ് കുറച്ച് ടിഷ്യൂസാണ്. അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, കോംപ്ലക്സ് ടിഷ്യൂ, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ എന്താണ് ടിഷ്യൂ എന്നറിയണം അല്ലേ? ടിഷ്യൂ നമ്മൾ പണ്ടത്തെ ക്ലാസ്സുകൾ മുതൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ടിഷ്യൂ? കുറച്ച് സെൽസ് കൂടി ചേർന്ന് ഉണ്ടാകുന്ന ഒരു ഇതാണ് ടിഷ്യൂ, ഒരു സ്ട്രക്ചറാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു കോമൺ ഒറിജിനും ഒരു കോമൺ ഫങ്ഷനുമുള്ള ഒരു കൂട്ടം സെല്ലുകൾ, അവയെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുക. അപ്പോൾ ഒരു കോമൺ ഒറിജിൻ, അവ ഉണ്ടാകുന്നത് ഒരു കോമൺ സ്ഥലത്ത് നിന്നായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒറിജിൻ ആയിരിക്കും അതിനുണ്ടാകുക. പിന്നെ അത് പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഒരു ഫംഗ്ഷൻ തന്നെയായിരിക്കും. എല്ലാവരും ഒരേ ഫംഗ്ഷൻ തന്നെയായിരിക്കും പെർഫോം ചെയ്യുന്നതെങ്കിൽ ആ സെൽസിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുക. ഒരേ ഫംഗ്ഷനും ഒരേ ഒറിജിനുമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്. അപ്പോൾ ഈ ടിഷ്യൂവിനെ ഡിവൈഡിങ് കപ്പേബിലിറ്റി, അതായത് അതിനെ ഡിവൈഡ് ചെയ്യാനുള്ള ആ ഒരു അബിലിറ്റി വെച്ചിട്ട് രണ്ട് തരം ടിഷ്യൂ ആണ് നമുക്കുള്ളത്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും പെർമനൻറ്റ് ടിഷ്യൂവും. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും പെർമനൻറ്റ് ടിഷ്യൂവും ഇതിനെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും പെർമനൻറ്റ് ടിഷ്യൂവും. നമുക്ക് ഫോക്കസ് ഏരിയയിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പഠിക്കണം. പെർമനൻറ്റ് ടിഷ്യൂവിൽ സിമ്പിളും ഉണ്ട് കോമ്പൗണ്ടും ഉണ്ട്. സിമ്പിൾ നമുക്ക് പഠിക്കേണ്ട, കോമ്പൗണ്ട് മാത്രമേ ഉള്ളൂ ഫോക്കസ് ഏരിയയിൽ വരുന്ന ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വിശദമായി പഠിക്കാം. അപ്പോൾ ആദ്യത്തേതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, അല്ലെങ്കിൽ നമ്മളതിനെ മെരിസ്റ്റം എന്നും പറയാറുണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് സെല്ലൊക്കെ ഡിവൈഡ് ചെയ്യുകയും അവിടെ ഗ്രോത്ത് നടക്കുകയും ചെയ്യുവാണെങ്കിൽ ആ ടിഷ്യൂസിനെ പറയുന്ന പേരാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. അപ്പോൾ ടിഷ്യൂസ് വെയർ ആക്റ്റീവ് സെൽ ഡിവിഷൻ ആൻഡ് ഗ്രോത്ത് അക്കേഴ്സ്, അതായത് സെൽ ഡിവിഷൻ നല്ല ആക്റ്റീവായിട്ടും അവിടെ തന്നെ ഗ്രോത്തും നടക്കുവാണെങ്കിൽ ആ ടിഷ്യൂയെ പറയുന്ന പേരാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അപ്പോൾ ഒരു പൊസിഷൻ, ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂയുടെ പൊസിഷൻ അനുസരിച്ച് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ 3 തരമാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ നമ്മൾ മെരിസ്റ്റം എന്നും പറയും. അപ്പോൾ മെരിസ്റ്റം 3 തരമാണുള്ളത്. എപ്പിക്കൽ മെരിസ്റ്റം, ഇൻ്റർകാലറി മെരിസ്റ്റം, സെക്കൻഡറി അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് ഇവയെ ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് 3 തരം മെരിസ്റ്റംസ്? അപ്പിക്കൽ മെരിസ്റ്റം, ഇൻ്റർകാലറി മെരിസ്റ്റം, സെക്കൻഡറി അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം. ആദ്യത്തേതാണ് എപ്പിക്കൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും, റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൻ്റെ അടിയിലേക്ക് വളരുന്ന ആ ഒരു പാർട്ടിനെയാണ് റൂട്ട് എന്ന് പറയുക അല്ലേ? ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൻ്റെ പൊക്കത്തേക്ക് വളരുന്നത്. അപ്പോൾ അടിയിലേക്ക് വളരുന്ന റൂട്ടിൻ്റെയും മുകളിലേക്ക് വളരുന്ന ഷൂട്ടിൻ്റെയും അറ്റം, ടിപ്പുകൾ, അവിടെയായിരിക്കും ഈ എപ്പിക്കൽ മെരിസ്റ്റം കാണുക. ഇവയാണ് പ്രൈമറി ടിഷ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ടിപ്പുകളിലാണ്. ഇവയാണ് പ്രൈമറി ടിഷ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പിക്കൽ മെരിസ്റ്റം തന്നെ 2 തരമുണ്ട്. റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റവും ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റവും. നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെ ടിപ്പിൽ കാണുന്നത്, ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഷൂട്ടിൻ്റെ ടിപ്പിൽ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ഇറ്റ് ഒക്യുപ്പൈസ് ദ ടിപ്പ് ഓഫ് എ റൂട്ട്. അപ്പോൾ ഒരു റൂട്ടിൻ്റെ ടിപ്പ് ഒക്യുപ്പൈ ചെയ്യുന്ന അപ്പിക്കൽ മെരിസ്റ്റമാണ് റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം. അടുത്തത് ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റമാണ്. അതെന്ന് പറയുന്നത് സ്റ്റെം ആക്സിസിൻ്റെ ഡിസ്റ്റൻറ്റ് മോസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും. അപ്പോൾ സ്റ്റെം ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൻ്റെ പൊക്കത്തേക്ക് വളരുന്ന ഷൂട്ടിനെ തന്നെയാണ് നമ്മൾ സ്റ്റെം ആക്സിസ് എന്ന് പറയുക. ആ ഒരു ആക്സിസിനെ, ആ ഒരു സ്റ്റെമ്മിനെയാണ് നമ്മൾ സ്റ്റെം ആക്സിസ് എന്ന് പറയുക. അതിൻ്റെ ഡിസ്റ്റൻറ്റ് മോസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും, ആ സ്റ്റെം ആക്സിസിലെ മിക്ക ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിനെ കാണാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിൽ, അതായത് ഈ ലീവ്സ് ഒക്കെ ഫോം ചെയ്യുമ്പോഴും ഈ സ്റ്റെം ഒക്കെ ഇലോങ്ങേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നീളം വയ്ക്കുക, ഈ കണ്ടീഷൻസിലൊക്കെ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ചില സെൽസ്
എന്തായി മാറും? ആക്സിലറി ബഡായി മാറും. ഓക്കെ, ആക്സിലറി ബഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. ആക്സിലറി ബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ്സിൻ്റെ ആക്സിൽസിൽ കാണുന്ന, അതായത് ലീഫിനും സ്റ്റെമ്മിനും ഇടയിൽ വരുന്ന ആ ഒരു ഭാഗമാണ് ആക്സിൽ. അവിടെ കാണുന്ന ബഡിനെയാണ്, മൊട്ടിനെയാണ് ആക്സിലറി ബഡ് എന്ന് പറയുന്നത്. ഈ ആക്സിലറി ബഡ് പിന്നീട് എന്തായി മാറുന്നു? ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഒരു ഫ്ലവറോ ആയി മാറുന്നു, ഒരു ശാഖയോ അല്ലെങ്കിൽ ഒരു പൂവോ ആയി മാറുന്നു. രണ്ടാമത്തെ തരം മെരിസ്റ്റമാണ് ഇൻ്റർകാലറി മെരിസ്റ്റം. ഇൻ്റർകാലറി മെരിസ്റ്റത്തിൻ്റെ പേരിൽ തന്നെ ഇൻ്റർ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ദേ അക്കർ ഇൻ ബിറ്റ്വീൻ മെച്യൂർ ടിഷ്യൂസ്, മെച്യൂറായ ടിഷ്യൂസിൻ്റെ ഇടയിൽ കാണുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് ഏത്? ഇൻ്റർകാലറി മെരിസ്റ്റം. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഗ്രാസസിലാണ്. ഈ ഹെർബിവോഴ്സൊക്കെ, ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഇല വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഇലയും ചെടിയൊക്കെ തിന്നുന്ന ആനിമൽസ്, അതാണ് ഹെർബിവോഴ്സ്. അപ്പോൾ ഈ ഹെർബിവോഴ്സൊക്കെ ഗ്രാസ് ഗ്രേസ് ചെയ്യുന്ന സമയത്ത് അവ അതിൻ്റെ പാർട്സൊക്കെ റിമൂവ് ചെയ്യുന്നു. അത് സ്വാഭാവികമാണ്. അവർ കഴിക്കുമ്പോൾ അതിൻ്റെ മിക്ക പാർട്സും, ഗ്രാസിൻ്റെ മിക്ക പാർട്സും അത് കഴിക്കുന്നു. അപ്പോൾ കുറേ പാർട്സ് ഗ്രാസിന് നഷ്ടമാകുന്നു. അതിനെയൊക്കെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർകാലറി മെരിസ്റ്റം ഗ്രാസിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇൻ്റർകാലറി മെരിസ്റ്റം കാണുന്നത് മെച്യൂർ ആയിട്ടുള്ള ടിഷ്യൂസിൻ്റെ ഇടയിലാണ്. ഈ പറഞ്ഞ രണ്ട് മെരിസ്റ്റങ്ങൾ, എപ്പിക്കലും ഇൻ്റർകാലറി മെരിസ്റ്റവും, ഇവ രണ്ടും പ്രൈമറി മെരിസ്റ്റംസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ പ്ലാന്റിൻ്റെ ലൈഫിൽ ആദ്യം തന്നെ ഫോം ചെയ്യുന്ന മെരിസ്റ്റംസ് ആണ് എപ്പിക്കലും ഇൻ്റർകാലറി മെരിസ്റ്റവും. നേരത്തെ തന്നെ ഫോം ചെയ്യുന്ന മെരിസ്റ്റംസ് ആണ് ഇതൊക്കെ, എപ്പിക്കലും ഇൻ്റർകാലറി മെരിസ്റ്റവും. അങ്ങനെ നേരത്തെ തന്നെ ഫോം ചെയ്ത് പ്രൈമറി പ്ലാന്റ് ബോഡിയുടെ ഫോമേഷനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവയെ പ്രൈമറി മെരിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രൈമറി മെരിസ്റ്റംസ്? എപ്പിക്കൽ മെരിസ്റ്റവും ഇൻ്റർകാലറി മെരിസ്റ്റവും. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്? അവ പ്ലാന്റിൻ്റെ ലൈഫിൻ്റെ ഏർലി സ്റ്റേജിലാണ് കാണുന്നത്. അതുപോലെ തന്നെ പ്രൈമറി പ്ലാന്റ് ബോഡിയുടെ ഫോമേഷനും ഇവ സഹായിക്കുന്നു. ഇങ്ങനെ പ്രൈമറി പ്ലാന്റ് ബോഡി ഫോം ചെയ്യുന്ന ആ കണ്ടീഷൻസിൽ ഈ എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ചില റീജിയൻസ്, ഡെർമൽ ടിഷ്യൂ, ഗ്രൗണ്ട് ടിഷ്യൂ, വാസ്കുലാർ ടിഷ്യൂ എന്നീ ടിഷ്യൂകൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രൈമറി പ്ലാന്റ് ബോഡിയുടെ ഫോമേഷൻ്റെ സമയത്ത് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ചില സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻസ്, ഡെർമൽ ടിഷ്യൂ, ഗ്രൗണ്ട് ടിഷ്യൂ, വാസ്കുലാർ ടിഷ്യൂ ഇവയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്തതാണ് സെക്കൻഡറി മെരിസ്റ്റം. അതിനെ നമ്മൾ ലാറ്ററൽ മെരിസ്റ്റം എന്നും പറയാറുണ്ട്. അപ്പോൾ റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും മെച്യൂർ റീജിയൻസിൽ കാണുന്ന മെരിസ്റ്റംസ് ആണ് ഏത്? സെക്കൻഡറി അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻ്റർകാലറി മെരിസ്റ്റമോ, അതെന്ന് പറയുന്നത് എന്താണ്? മെച്യൂർ ടിഷ്യൂസിൻ്റെ ഇടയിൽ കാണുന്നത്. ഇത് മെച്യൂർ റീജിയൻസിൽ കാണുന്ന മെരിസ്റ്റംസ് ആണ് സെക്കൻഡറി മെരിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇവ സിലിണ്ട്രിക്കൽ മെരിസ്റ്റംസ് ആണ്. ഇവ ജിംനോസ്പേംസിലും ഡൈക്കോട്സിലുമാണ് കാണുന്നത്. ജിംനോസ്പേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോൺ ഫ്ലവറിംഗ് ആയിട്ടുള്ളത്. ഡൈക്കോട്സ് എന്ന് പറഞ്ഞാൽ 2 കോട്ടിലിടനുള്ളവ. അപ്പോൾ ഇവ ജിംനോസ്പേംസിലും ഡൈക്കോട്സിലുമാണ് കാണുന്നത്. ഇവ സിലിണ്ട്രിക്കൽ മെരിസ്റ്റംസ് ആണ്. സെക്കൻഡറി അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫാസിക്കുലാർ വാസ്കുലാർ ക്യാമ്പിയം, ഇൻ്റർ ഫാസിക്കുലാർ ക്യാമ്പിയം ആൻഡ് കോർക്ക് ക്യാമ്പിയം. അപ്പോൾ ഈ 3 സെക്കൻഡറി അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ്. ഫാസിക്കുലാർ വാസ്കുലാർ ക്യാമ്പിയം, ഇൻ്റർ ഫാസിക്കുലാർ ക്യാമ്പിയം, കോർക്ക് ക്യാമ്പിയം. സെക്കൻഡറി മെരിസ്റ്റംസ് ആണ് സെക്കൻഡറി ടിഷ്യൂ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിക്കൽ മെരിസ്റ്റവും ഇൻ്റർകാലറി മെരിസ്റ്റവും പ്രൈമറി ടിഷ്യൂസ് ആയിരുന്നു. ഇവ സെക്കൻഡറി ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അങ്ങനെ നമ്മളുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ പറ്റി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് പെർമനൻറ്റ് ടിഷ്യൂസിലേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ പെർമനൻറ്റ് ടിഷ്യൂസ് 2 തരത്തിലുണ്ട്, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ. ഇവിടെ നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നത് കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ അത് മാത്രം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂർ ടിഷ്യൂസിനെയാണ് നമ്മൾ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുക. ചില മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അവരുടെ ഡിവൈഡിങ് കപ്പേബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഡിവൈഡിങ് എബിലിറ്റി അത് ലൂസ് ചെയ്യും. അവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവ് അവരിൽ ഇല്ലാതാകും. അങ്ങനെ ഉണ്ടാകുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഈ പെർമനൻറ്റ് ടിഷ്യൂസ് ഡിവൈഡ് ചെയ്യില്ല. അപ്പോൾ പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ മെച്യൂർ ആയിട്ടുള്ള ടിഷ്യൂസാണ് പെർമനൻറ്റ് ടിഷ്യൂസ്. അപ്പോൾ കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം തരം സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പെർമനൻറ്റ് ടിഷ്യൂസിനെയാണ് കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ടൈപ്പ് സെല്ല് നമുക്ക് ആ കോംപ്ലക്സ് ടിഷ്യൂസിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇവയ്ക്ക് ഒരു യൂണിറ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ തരം സെല്ലുകൾ കാണാൻ സാധിക്കും. ഇവയൊക്കെ ഒരു യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതെന്തിൻ്റെ ടിഷ്യൂ ആണ്? കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ആണ്. നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂയുടെ 3 ടൈപ്പ് പറഞ്ഞതുപോലെ തന്നെ കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ 2 ടൈപ്പാണുള്ളത്. ഒന്ന് സൈലം, ഫ്ലോയം. ഇവ രണ്ടും നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാകും. ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ടാണ് നമ്മളിനി
ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ തരമാണ് സൈലം. സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിനെയും മിനറൽസിനെയും റൂട്ടിൽ നിന്ന് സ്റ്റെമ്മിലേക്കും ലീവ്സിലേക്കും കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ടിഷ്യൂസാണ് എന്ത് സൈലം. അതാണ് അവയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറും മിനറൽസും റൂട്ട്സിൽ നിന്ന് സ്റ്റെമ്മിലേക്കും ലീവ്സിലേക്കും ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുക എന്നതാണ് സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അവ പ്ലാന്റ് പാർട്സിന് മെക്കാനിക്കൽ സ്ട്രെങ്ത്തും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പ്ലാന്റ് പാർട്സിന് ഒരു സ്ട്രെങ്ത്തും സപ്പോർട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സൈലം തന്നെ 4 എലമെൻറ്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സൈലം ഉണ്ടാക്കിയിരിക്കുന്നത് 4 തരം എലമെൻറ്റ്സ് കൊണ്ടാണ്. ഏതൊക്കെയാണത്? ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരങ്കൈമ. ഏതൊക്കെയാണ്? ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരങ്കൈമ. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ എലമെൻ്റാണ് ട്രക്കീഡ്സ്. ട്രക്കീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് സെൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇലോങ്ങേറ്റഡ് ട്യൂബാണ് ട്രക്കീഡ്സ്. ഇവയിൽ തിക്കും ലിഗ്നിഫൈഡ് ആയിട്ടുള്ള വോൾസും കാണാൻ പറ്റും, ടാബറിംഗ് ആയിട്ടുള്ള എൻഡ്സും കാണാൻ പറ്റും. തിക്ക് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ലിഗ്നിഫൈഡ് വോൾസ്. ലിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഇവയുടെ വോൾസുമേ ഡിപ്പോസിറ്റഡ് ആയിരിക്കും. നമ്മൾ ഫംഗൽ സെൽ വോൾ പഠിച്ചപ്പോൾ കൈറ്റിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ പറഞ്ഞു. അതുപോലെയാണ് ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ സെൽ വോളുമേ ഉണ്ടെങ്കിൽ നമ്മൾ ലിഗ്നിഫൈഡ് വോൾസ് എന്നാണ് പറയുക. പിന്നെ ഇതിനുണ്ടാകുന്നത് ടാബറിംഗ് ആയിട്ടുള്ള എൻഡ്സ് ആയിരിക്കും. ഇവയുടെ അറ്റങ്ങൾ നാരോ ആയിരിക്കും, അതായത് വളരെ ഇങ്ങനെ കുഞ്ഞുതായി വരുന്നതായിരിക്കും ഇവയുടെ അറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ പ്രോട്ടോപ്ലാസം ആബ്സെൻ്റ് ആയിരിക്കും. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിൻ്റെ ലിവിങ് മെറ്റീരിയലിനെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. അപ്പോൾ ഈ ഒരു ഇലോങ്ങേറ്റഡ് ട്യൂബിൽ ഡെഡ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ പ്രോട്ടോപ്ലാസം ആബ്സെൻ്റ് ആയിരിക്കും, പ്രോട്ടോപ്ലാസം കാണാൻ സാധിക്കില്ല. അതുപോലെ ഇവയുടെ സെല്ലുകളുടെ സെൽ വോളിൻ്റെ ഇന്നറായിട്ടുള്ള ലെയേഴ്സ്, ഉള്ളിൽ കാണുന്ന ലെയേഴ്സിന് തിക്കനിങ്സ് ഉണ്ടാകും. ചെറിയ കട്ടിപ്പുകൾ കാണാൻ സാധിക്കും. പക്ഷേ അത് യൂണിഫോം ആയിട്ടല്ല, വേരി ചെയ്യുന്ന രീതിക്കാണ് ആ കട്ടിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. In flowering plants, tracheids and vessels are the main water transporting elements. Flowering plants, ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൽ ട്രക്കീഡ്സും വെസൽസും കൂടിയാണ് വാട്ടർ ട്രാൻസ്പോർട്ടിങ്ങിന് സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. വാട്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന മെയിൻ എലമെൻറ്റ്സ് ട്രക്കീഡ്സും വെസൽസുമാണ്. എവിടെ? ഫ്ലവറിങ് പ്ലാന്റ്സിൽ. അപ്പോൾ ട്രക്കീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് സെൽസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇലോങ്ങേറ്റഡ് ട്യൂബാണ്. അതിന് തിക്കും ലിഗ്നിഫൈഡ് ആയിട്ടുള്ള വോൾസ് ആയിരിക്കും. അതിൻ്റെ ടാബറിംഗ് എൻഡ്സ് ആയിരിക്കും. പ്രോട്ടോപ്ലാസം ആബ്സെൻ്റ് ആയിരിക്കും. അടുത്തതാണ് വെസൽ. വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സെല്ല് കൊണ്ട്, അതായത് ഈ കുറേ സെല്ലിനെ പറയുന്ന പേരാണ് വെസൽ മെമ്പേഴ്സ്. ഈ വെസൽ മെമ്പേഴ്സ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ലോങ് സിലിണ്ട്രിക്കലായിട്ടുള്ള ട്യൂബ് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് വെസൽ എന്ന് പറയുന്നത്. ഇവയ്ക്കും ലിഗ്നിഫൈഡ് ആയിട്ടുള്ള വോൾസ് ആയിരിക്കും. പക്ഷേ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, ഒരു ലാർജ് സെൻട്രൽ ക്യാവിറ്റി ഉണ്ടായിരിക്കും. ഒരു വലിയ നടുക്ക് സെൻറ്ററിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാവിറ്റിയും ഇവയിൽ കാണാൻ സാധിക്കും. അപ്പോൾ വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസൽ മെമ്പേഴ്സ് എന്ന് പറയുന്ന സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നീളമുള്ള സിലിണ്ടറിൻ്റെ രൂപത്തിലുള്ള അല്ലെങ്കിൽ ട്യൂബിൻ്റെ രൂപത്തിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഇവയുടെ സെല്ലുകൾക്ക് ലിഗ്നിനുള്ള വോൾസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവയ്ക്കൊരു ലാർജ് സെൻട്രൽ ക്യാവിറ്റിയും കാണാൻ സാധിക്കും. ട്രക്കീഡ്സിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇവയിലും പ്രോട്ടോപ്ലാസം ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണെന്നും ഡിഫറൻസ് എന്താണെന്നും ഓർത്തോർത്ത് പോകുക. അപ്പോൾ ഇവയിലും പ്രോട്ടോപ്ലാസം എന്താണ്? ആബ്സെൻ്റ് ആണ്. ട്രക്കീഡ്സിലും ആബ്സെൻ്റ് തന്നെയായിരുന്നു. ഇവയുടെ വെസൽ മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞു, ഇവരുണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞ് സെൽസ് വെച്ചിട്ടാണ്. ആ സെൽസിൻ്റെ പേരാണ് വെസൽ മെമ്പേഴ്സ്. ഈ വെസൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വെസൽ മെമ്പേഴ്സൊക്കെ അവരുടെ വോൾസിലുള്ള പെർഫൊറേഷൻസ് വഴിയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. പെർഫറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസ് എന്നാണ് അർത്ഥം, കുഞ്ഞു ഊട്ടകൾ. അപ്പോൾ ഈ വെസൽ മെമ്പേഴ്സിൻ്റെ വോളുകളിൽ കാണപ്പെടുന്ന ഈ കുഞ്ഞു ഹോൾസിലൂടെയാണ് ഇവയൊക്കെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഈ വെസൽസ് എന്ന് പറയുന്നത് ആൻജിയോസ്പേംസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അവയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് വെസൽസ് എന്ന് പറയുന്നത്. കാരണം ജിംനോസ്പേംസിൽ വെസൽസ് കാണില്ല, ആൻജിയോസ്പേംസിൽ മാത്രമേ വെസൽസ് കാണുകയുള്ളൂ. അതുകൊണ്ട് അത് അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ജിംനോസ്പേംസ് എന്ന് പറഞ്ഞാൽ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മൂന്നാമത്തെ സൈലത്തിൻ്റെ എലമെൻ്റാണ് സൈലം ഫൈബേഴ്സ്. സൈലം ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി തിക്കൻഡ്, വളരെ കട്ടിയുള്ള വോൾസ് ഉള്ള ഒബ്ലിറ്ററേറ്റഡ് സെൻട്രൽ ലൂമനുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സൈലം ഫൈബേഴ്സ് എന്ന് പറയുക.
ഒബ്ലിറ്ററേറ്റഡ് സെൻട്രൽ ലൂമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈലം ഫൈബേഴ്സിൻ്റെ ലൂമനെ നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റില്ല. ലൂമൻ എന്ന് പറഞ്ഞാൽ ഇന്നർ സ്പേസ്, അതിനെ നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റില്ല. കാരണം ഇവയിൽ ഹൈലി തിക്കൻഡ് ആയിട്ടുള്ള വോൾസ് കാണുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഒബ്ലിറ്ററേറ്റഡ് സെൻട്രൽ ലൂമൻസ് എന്ന് പറയുന്നത്. അവരൊന്നെങ്കിൽ സെപ്റ്റേറ്റ് ആകാം, അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ആകാം. സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് വോൾസ് ഉണ്ടാകും, അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ക്രോസ് വോൾസ് ആബ്സെൻ്റ് ആയിരിക്കും. അടുത്തതാണ് സൈലം പാരൻകൈമ. സൈലം പാരൻകൈമയുടെ സെൽസ് എന്ന് പറയുന്നത് ലിവിങ് ആണ്, ജീവനുള്ളവയാണ്. അവയ്ക്ക് തിൻ വോൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, വളരെ കുഞ്ഞ് തിന്നായിട്ടുള്ള വോൾസ് ആയിരിക്കും അവയുടെ സെൽസിന് ഉണ്ടാകുക. ആ വോൾസിന് അല്ലെങ്കിൽ ആ സെൽസിന് സെല്ലുലോസിക് സെൽ വോളാണ് ഉണ്ടാകുക. അതായത് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച സെൽ വോളായിരിക്കും ആ തിൻ വോൾഡ് ആയിട്ടുള്ള സെൽസിന് ഉണ്ടാകുക. അപ്പോൾ സൈലം പാരൻകൈമ കമ്പോസ് ചെയ്തിരിക്കുന്നത് ജീവനുള്ള ലിവിങ് ആയിട്ടുള്ള സെല്ലുലോസിക് സെൽ വോളുള്ള തിൻ വോൾഡ് സെൽസ് കൊണ്ടാണ്. സൈലം പാരൻകൈമയുടെ മെയിൻ ഫംഗ്ഷൻ ഫുഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്സ്റ്റൻസസ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഫുഡ് മെറ്റീരിയൽസ് നമുക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ സ്റ്റാർച്ച്, ഫാറ്റ് ഇവയൊക്കെ സ്റ്റോർ ചെയ്യുക എന്നത് സൈലം പാരൻകൈമയുടെ ഒരു ഫംഗ്ഷനാണ്. അല്ലെങ്കിൽ ടാനിൻസ് പോലുള്ള മറ്റ് സബ്സ്റ്റൻസസും ഇവ സ്റ്റോർ ചെയ്യാറുണ്ട്. വാട്ടറിൻ്റെ, വെള്ളത്തിൻ്റെ റേഡിയൽ കണ്ടക്ഷനും പാരൻകൈമാറ്റസ് സെൽസ് വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ആ പാരൻകൈമാറ്റസ് സെൽസിന് നമ്മൾ പറയുന്ന പേരാണ് റേ പാരൻകൈമാറ്റസ് സെൽസ്. അപ്പോൾ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് ബൈ ദ റേ പാരൻകൈമാറ്റസ് സെൽസ്. അപ്പോൾ സൈലം പാരൻകൈമ ഉണ്ടാക്കിയിരിക്കുന്നത് ലിവിങ് തിൻ വോൾഡ് സെൽസ് വിത്ത് സെല്ലുലോസിക് സെൽ വോളാണ്. അവയുടെ മെയിൻ ഫംഗ്ഷൻ ഫുഡ് അതുപോലെ തന്നെ മറ്റ് സബ്സ്റ്റൻസസ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 4 എലമെൻറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഏതൊക്കെയാണ്? ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരൻകൈമ. അടുത്തത് നമ്മൾ മറ്റൊരു കാര്യത്തിലേക്കാണ് പറയാൻ പോകുന്നത്. പ്രൈമറി സൈലം തന്നെ 2 തരത്തിലുണ്ട്, പ്രോട്ടോസൈലവും മെറ്റാസൈലവും. പ്രൈമറി സൈലം എന്ന് പറഞ്ഞാൽ പ്രൈമറി ഗ്രോത്ത് വഴി രൂപം കൊള്ളുന്ന സൈലമാണ് പ്രൈമറി സൈലം. പ്രൈമറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഷൂട്ടിൻ്റെ ലെങ്ത്താണ് വയ്ക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ലെങ്ത്താണ് കൂടുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രൈമറി ഗ്രോത്ത് എന്നാണ് പറയുക. അപ്പോൾ പ്രൈമറി ഗ്രോത്ത് വഴി ഉണ്ടാകുന്ന സൈലമാണ് പ്രൈമറി സൈലം. അപ്പോൾ പറഞ്ഞു വന്നത് അത് തന്നെ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടോസൈലം, മെറ്റാസൈലം. അപ്പോൾ ആദ്യം രൂപപ്പെടുന്ന പ്രൈമറി സൈലമാണ് പ്രോട്ടോസൈലം. മെറ്റാസൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന പ്രൈമറി സൈലമാണ് മെറ്റാസൈലം. പ്രോട്ടോ ആദ്യം ഉണ്ടാകുന്നത്, മെറ്റ പിന്നീട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ രണ്ടാമതുണ്ടാകുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് 2 തരം കണ്ടീഷൻസാണ്, എൻഡാർക്ക്, എക്സാർക്ക്. എൻഡാർക്ക്, എക്സാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്നത് നമ്മൾ സ്റ്റെംസിലും റൂട്ട്സിലും പ്രോട്ടോസൈലം, മെറ്റാസൈലം ഇപ്പോൾ പറഞ്ഞ പ്രോട്ടോസൈലവും മെറ്റാസൈലവും എങ്ങനെയാണ് അവരുടെ പൊസിഷൻ വന്നിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എക്സാർക്കും എൻഡാർക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റെമ്മുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോസൈലം സെൻറ്ററിലേക്കായിരിക്കും ലൈ ചെയ്യുന്നത്. സെൻറ്ററിനെ പറയുന്ന പേരാണ് പിത്ത്. അപ്പോൾ അത് നമ്മൾ വിശദമായി പഠിക്കും. അപ്പോൾ സ്റ്റെമ്മുകളിലാണെങ്കിൽ പ്രോട്ടോസൈലം സെൻറ്ററിലേക്കായിരിക്കും ലൈ ചെയ്യുന്നത്. എന്നാൽ മെറ്റാസൈലം ബൗണ്ടറിയുടെ അടുത്തേക്കായിരിക്കും ലൈ ചെയ്യുന്നത്. ബൗണ്ടറീനെ നമ്മൾ വേറെ പേര് പറയുന്നത് പെരിഫറി എന്നാണ്. അപ്പോൾ പ്രോട്ടോസൈലം സെൻറ്ററിലും മെറ്റാസൈലം പെരിഫറിയിലുമാണെങ്കിൽ അവയെ നമ്മൾ പറയുന്ന ആ ഒരു പ്രൈമറി സൈലത്തിനെ പറയുന്ന പേരാണ് എൻഡാർക്ക്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് എൻഡാർക്ക്. അപ്പോൾ ഇത് കാണുന്നത് സ്റ്റെംസിലാണ്. ഇനി റൂട്ടിൻ്റെ കാര്യമാണെങ്കിലോ ഇത് നേരെ തിരിച്ചാണ്. അവിടെ പ്രോട്ടോസൈലം പെരിഫറിയിലേക്കും മെറ്റാസൈലം സെൻറ്ററിലേക്കുമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈമറി സൈലത്തിനെ പറയുന്ന പേരാണ് എക്സാർക്ക്. അപ്പോൾ നമ്മൾ സ്റ്റെമ്മിൻ്റെ കാര്യത്തിൽ എൻഡാർക്ക് എന്നും പറഞ്ഞു, റൂട്ടിൻ്റെ കാര്യത്തിൽ എക്സാർക്ക് എന്നും പറഞ്ഞു. സ്റ്റെമ്മിൽ പ്രോട്ടോസൈലം സെൻറ്ററിലും മെറ്റാസൈലം പെരിഫറിയിലും, റൂട്ടിൽ പ്രോട്ടോസൈലം പെരിഫറിയിലും മെറ്റാസൈലം സെൻറ്ററിലുമാണ്. ഇതോടുകൂടി നമ്മളുടെ ആദ്യത്തെ കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ആയിട്ടുള്ള സൈലം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതാണ് ഫ്ലോയം. അപ്പോൾ ഫ്ലോയത്തിനെ ബാസ്റ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഫ്ലോയത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീവ്സിൽ നിന്ന് മറ്റുള്ള പ്ലാന്റ്സിൻ്റെ ഭാഗങ്ങളിലേക്ക് ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട്സ് ഫുഡ് മെറ്റീരിയൽ ഫ്രം ലീവ്സ് ടു അതർ പാർട്സ്. സൈലം വാട്ടറും മിനറൽസും ആയിരുന്നു ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് റൂട്ട്സിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക്. ഇവ ലീവ്സിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് ഫുഡാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആൻജിയോസ്പെർമുകളിൽ അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റുകളിൽ ഈ ഫ്ലോയം ഉണ്ടാക്കിയിരിക്കുന്നത് 4 എലമെൻറ്റ്സ് വെച്ചിട്ടാണ്. നമ്മൾ സൈലത്തിൻ്റെ കേസിലും 4 എലമെൻറ്റ്സാണ് പറഞ്ഞത്, ഇവിടെയും 4 എലമെൻറ്റ്സ് വെച്ചിട്ടാണ്. അത് ഏതൊക്കെയാണ്? സീവ് ട്യൂബ് എലമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബേഴ്സ്. അപ്പോൾ സീവ് ട്യൂബ് എലമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബേഴ്സ് എന്നീ 4 എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ആൻജിയോസ്പെർംസിൽ ഫ്ലോയം നിർമ്മിച്ചിരിക്കുന്നത്.
എന്നാൽ ജിംനോസ്പേംസിൽ നമ്മൾ സീവ് ട്യൂബ്സിനും കമ്പാനിയൻ സെൽസിനും പകരമായിട്ട് കാണുന്നത് ആൽബുമിനസ് സെൽസും സീവ് സെൽസും എന്ന പേരുള്ള സെല്ലുകളാണ്. അപ്പം ജിംനോസ്പേംസിൽ സീവ് ട്യൂബ്സും കമ്പാനിയൻ സെൽസും കാണാൻ സാധിക്കില്ല, അവ ആബ്സെൻ്റ് ആണ്. അതിന് പകരമായിട്ട് ആൽബുമിനസ് സെൽസും സീവ് സെൽസുമാണ് അതിൻ്റെ സ്ഥാനം ഒക്യുപ്പൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്ലോയത്തിൻ്റെ ഓരോ എലമെൻറ്റ്സും വിശദമായി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സീവ് ട്യൂബ് എലമെൻറ്റ്സ്, ആദ്യത്തെ എലമെൻ്റ് ആയിരുന്നു സീവ് ട്യൂബ് എലമെൻറ്റ്സ്. സീവ് ട്യൂബ് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന നീളമുള്ള ട്യൂബ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സീവ് ട്യൂബ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവ കമ്പാനിയൻ സെൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരിക്കും കാണുന്നത്. അപ്പോൾ വളരെ നീളമുള്ള ട്യൂബ് പോലെ ഇരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ് ആണ് സീവ് ട്യൂബ് എലമെൻറ്റ്സ്. ഇവ കമ്പാനിയൻ സെൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇവയുടെ വോളുകളിൽ അല്ലെങ്കിൽ ഇവയുടെ എൻഡ് വോളുകളിൽ പെർഫറേഷൻസ് ഉണ്ടാകും. നമ്മൾ നേരത്തെ പെർഫറേഷൻസ് എന്താണെന്ന് പറഞ്ഞു, ഹോൾസിനെയാണ് പെർഫറേഷൻസ് എന്ന് പറയുക. അപ്പോൾ ഇവരുടെ എൻഡ് വോൾസും പെർഫറേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഹോളുകൾ ഇവരുടെ എൻഡ് വോൾസിലും കാണാൻ സാധിക്കും. അതെന്തിനാണ്? സീവ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവയിൽ പെർഫറേഷൻസ് കാണുന്നത്. അപ്പോൾ ഇവയുടെ വോൾസ് പെർഫറേറ്റഡ് ആയിരിക്കും. അതെന്തിനാണ്? സീവ് പ്ലേറ്റ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മെച്യൂർ ആയിട്ടുള്ള സീവ് ട്യൂബ് എലമെൻറ്റ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പെരിഫറൽ സൈറ്റോപ്ലാസം ആയിരിക്കും. അതായത് ബൗണ്ടറിക്ക് അടുത്ത് നമുക്ക് സൈറ്റോപ്ലാസം കാണാം. അതുപോലെ നടുക്കായിട്ട് ഒരു ലാർജ് വാക്യൂൾ, വലിയൊരു വാക്യൂളും കാണാം. പക്ഷേ നമുക്കൊരു ന്യൂക്ലിയസ് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഒരു മെച്യൂർ ആയിട്ടുള്ള സീവ് ട്യൂബ് എലമെൻറ്റിൽ എന്തൊക്കെ കാണാം? പെരിഫറൽ സൈറ്റോപ്ലാസം കാണാം, ഒരു ലാർജ് വാക്യൂൾ കാണാം. പക്ഷേ ന്യൂക്ലിയസ് അതിലുണ്ടാകില്ല, ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സീവ് ട്യൂബ് എലമെൻറ്റ്സ് കമ്പാനിയൻ സെൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പാനിയൻ സെൽസിൻ്റെ ന്യൂക്ലിയസ് ആണ് സീവ് ട്യൂബ് എലമെൻറ്റ്സിൻ്റെ ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവയ്ക്ക് ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവയുമായിട്ട് അതായത് കമ്പാനിയൻ സെൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇത് സാധ്യമാകുന്നു. അപ്പോൾ സീവ് ട്യൂബ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളമുള്ള ട്യൂബ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സാണ്. അവ കമ്പാനിയൻ സെൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഇവയുടെ വോളിലും ഹോൾസ് ഉണ്ടാകും സീവ് പ്ലേറ്റ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മെച്യൂർ സീവ് ട്യൂബ് എലമെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പെരിഫറൽ സൈറ്റോപ്ലാസം, ലാർജ് വാക്യൂൾ, അതുപോലെ ന്യൂക്ലിയസ് കാണാൻ സാധിക്കില്ല. ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവയുടെ ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ഇവ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പാനിയൻ സെൽസ് തന്നെയാണ്. കമ്പാനിയൻ സെൽസിൻ്റെ ന്യൂക്ലിയസ് ആണ്. നമ്മൾ സൈലത്തിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടോസൈലവും മെറ്റാസൈലവുമായിട്ട് പറഞ്ഞിരുന്നു, പ്രൈമറി സൈലത്തിനെ. അതുപോലെ ഫസ്റ്റ് ഉണ്ടാകുന്ന പ്രൈമറി ഫ്ലോയത്തിനെ പറയുന്ന പേരാണ് പ്രോട്ടോഫ്ലോയം. അത് ഉണ്ടാക്കിയിരിക്കുന്നത് നാരോ ആയിട്ടുള്ള സീവ് ട്യൂബ് വെച്ചിട്ടാണ്. എന്നാൽ മെറ്റാഫ്ലോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന പ്രൈമറി ഫ്ലോയം, അതിനെയാണ് നമ്മൾ മെറ്റാഫ്ലോയം എന്ന് പറയുക. അതുണ്ടാക്കിയിരിക്കുന്നത് വലിയ സീവ് ട്യൂബ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നാരോ സീവ് ട്യൂബ്സ് എവിടെയാണ്? പ്രോട്ടോഫ്ലോയത്തിലും. ബിഗ്ഗർ ആയിട്ടുള്ള സീവ് ട്യൂബ്സ് മെറ്റാഫ്ലോയത്തിലുമാണ് കാണുന്നത്. സീവ് ട്യൂബ് എലമെൻറ്റ്സിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് ലീവ്സിൽ നിന്ന് ഫുഡ് മെറ്റീരിയൽസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലീവ്സിൽ നിന്ന് ഫുഡ് മെറ്റീരിയൽസ് കണ്ടക്ട് ചെയ്യുന്ന ഫ്ലോയത്തിൻ്റെ എലമെൻ്റ് ഏതാണ്? സീവ് ട്യൂബ് എലമെൻറ്റ്. രണ്ടാമത്തെ ഫ്ലോയത്തിൻ്റെ എലമെൻ്റ് ആയിരുന്നു കമ്പാനിയൻ സെൽസ്. കമ്പാനിയൻ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീവ് ട്യൂബ് എലമെൻറ്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് പാരൻകൈമാറ്റിസ് സെൽസിനെയാണ് നമ്മൾ കമ്പാനിയൻ സെൽസ് എന്ന് പറയുക. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇവരുടെ ഫംഗ്ഷൻ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ഇവർക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാരൻകൈമയുടെ സെൽസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് കമ്പാനിയൻ സെൽസ്. ഈ കമ്പാനിയൻ സെൽസ് സീവ് ട്യൂബ് എലമെൻറ്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു അങ്ങനെ. അപ്പോൾ ഈ സീവ് ട്യൂബ് എലമെൻറ്റ്സും കമ്പാനിയൻ സെൽസും അസോസിയേറ്റഡ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവരെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഇവയുടെ കോമൺ ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വോൾസിൻ്റെ ഇടയിൽ കാണുന്ന പിറ്റ് ഫീൽഡ്സ് വഴിയാണ് ഇവ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ വോൾസ് ലോഞ്ചിറ്റ്യൂഡിനലാണ്. അതിൻ്റെ നടുക്ക് കാണുന്ന പിറ്റ് ഫീൽഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ വഴിയാണ് സീവ് ട്യൂബ് എലമെൻറ്റ്സും കമ്പാനിയൻ സെൽസും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്. കമ്പാനിയൻ സെൽസിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് സീവ് ട്യൂബ് എലമെൻറ്റ്സിൻ്റെ പ്രഷർ ഗ്രേഡിയൻറ്റ്, അതിലുണ്ടാവുന്ന പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ ഫങ്ഷൻ ഓഫ് കമ്പാനിയൻ സെൽസ് ഈസ് ടു മെയിൻറ്റെയിൻ പ്രഷർ ഗ്രേഡിയൻറ്റ് ഇൻ സീവ് ട്യൂബ്സ്. അതുകൊണ്ട് തന്നെയാണ് ഇവ സീവ് ട്യൂബ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്നത്. അപ്പോൾ കമ്പാനിയൻ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീവ് ട്യൂബ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് പാരൻകൈമാറ്റിസ് സെൽസ് ആണ്. ഇവ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് പിറ്റ് ഫീൽഡ്സ് വഴിയാണ്. മൂന്നാമത്തെ ഫ്ലോയത്തിൻ്റെ എലമെൻ്റാണ് ഫ്ലോയം പാരൻകൈമ. ഫ്ലോയം പാരൻകൈമ എന്ന് പറയുന്നത് വളരെ
കട്ടിയായിട്ടുള്ള ഡെൻസായിട്ടുള്ള സൈറ്റോപ്ലാസവും ന്യൂക്ലിയസുമുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള നീളമുള്ള ടാബറിംഗ് സിലിണ്ടറിക്കൽ സെൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഫ്ലോയം പാരങ്കൈമ. അപ്പോൾ ഫ്ലോയം പാരങ്കൈമ ഉണ്ടാക്കിയിരിക്കുന്നത് ഇലോങ്ങേറ്റഡ് നീളമുള്ള ടാബറിംഗ്, അതായത് നാരോ ആയിട്ടുള്ള സിലിണ്ടറിക്കൽ സെൽസ്. ഇവയ്ക്ക് ഡെൻസായിട്ടുള്ള വളരെ കട്ടിയുള്ള സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഉണ്ടാകും. അങ്ങനെയുള്ള സെൽസ് കൊണ്ടാണ് ഫ്ലോയം പാരങ്കൈമ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയുടെ സെൽ വോള് സെല്ലുലോസ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക ഈ സെൽസിൻ്റെ. അതുപോലെ സെൽ വോളുകളിൽ പിറ്റുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ പിറ്റുകളിലൂടെയാണ് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ സെൽസിനിടയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ. അപ്പോൾ ആ ഒരു കണക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ പിറ്റ്സിലൂടെയാണ്. പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻസ് എന്ന് പറയുന്ന കണക്ഷൻസ് അഡ്ജസൻ്റ് ആയിട്ട്, അതായത് അടുത്തടുത്ത് നിൽക്കുന്ന സെൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന കണക്ഷൻസ് ആണ്. അപ്പോൾ അവ പിറ്റ്സിലൂടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിറ്റ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ക്യാവിറ്റീസിനെയാണ് ഈ പിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പിറ്റ്സിലൂടെയാണ് ഈ പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മോണോകോട്സിൽ ഫ്ലോയം പാരങ്കൈമ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ മോണോകോട്സിൽ, അതായത് ഒറ്റ കോട്ടിലിടനുള്ള പ്ലാന്റ്സിൽ നമുക്ക് ഫ്ലോയം പാരങ്കൈമ കാണാൻ സാധിക്കില്ല, അവ ആബ്സെൻ്റ് ആയിരിക്കും. ഫ്ലോയം പാരങ്കൈമയുടെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സൈലം പാരങ്കൈമ പറഞ്ഞ പോലെ സ്റ്റോറേജ് തന്നെയാണ് ഇവരുടെയും ഫംഗ്ഷൻ. അപ്പോൾ ഇവ സ്റ്റോർ ചെയ്യുന്നത് ഫുഡ് മെറ്റീരിയലും മറ്റ് സബ്സ്റ്റൻസുമാണ്. മറ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ റെസിൻസ്, ലാറ്റക്സ്, മ്യൂസിലേജ് ഇതുപോലെയുള്ള സബ്സ്റ്റൻസുകളാണ് ഇവ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ടാബറിംഗ് സിലിണ്ടറിക്കൽ സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ സെൽസിന് ഡെൻസ് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഉണ്ടായിരിക്കും. അതിൻ്റെ സെൽ വോൾ സെല്ലുലോസ് കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അവയ്ക്ക് പിറ്റ്സ് ഉണ്ടാകും, അതിനിടയിലൂടെ പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും. ഇതിൻ്റെ ഫംഗ്ഷൻ സ്റ്റോറേജ് ആണ്. അടുത്തതാണ് ലാസ്റ്റത്തെ നമ്മളുടെ ഫ്ലോയത്തിൻ്റെ എലിമെൻറ്റ്, അതായത് ഫ്ലോയം ഫൈബേഴ്സ്. ഫ്ലോയത്തിനെ ബാസ്റ്റ് എന്നും പറയും, അതുകൊണ്ട് ഇതിനെ ബാസ്റ്റ് ഫൈബേഴ്സ് എന്നും പറയാറുണ്ട്. ഈ ബാസ്റ്റ് ഫൈബേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്ലീറൻ കൈമാറ്റസ് സെൽസ് വെച്ചിട്ടാണ്. സ്ക്ലീറൻ കൈമാറ്റസ് എന്ന് പറഞ്ഞാൽ ഡെഡ് സെൽസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ബാസ്റ്റ് ഫൈബേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പ്രൈമറി ഫ്ലോയത്തിൽ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ബാസ്റ്റ് ഫൈബേഴ്സ് നമ്മൾ പ്രൈമറി ഫ്ലോയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവ കാണാൻ സാധിക്കില്ല. ഫ്ലോയം ഫൈബേഴ്സ് അല്ലെങ്കിൽ ബാസ്റ്റ് ഫൈബേഴ്സ് ഇലോങ്ങേറ്റഡ് ആണ്, അതായത് നീളമുള്ളതാണ്, അൺബ്രാഞ്ച്ഡ് ആണ്. ഇവയിൽ നിന്ന് നമുക്ക് ബ്രാഞ്ചസ് ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവയെ ഒറ്റ ഒരു ഇതായിട്ടായിരിക്കും കാണുന്നത്. അതുപോലെ ഇവയുടെ എൻഡുകൾ നീഡിൽസ് പോലെ കൂർത്തതായിരിക്കും. നമുക്കിവിടെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് ഇലോങ്ങേറ്റഡ് ആണ്. അതിൽ നിന്ന് ബ്രാഞ്ചസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ അറ്റങ്ങൾ നീഡിൽ പോലെ കൂർത്തതാണ്. ഇവയുടെ സെൽ വോള് തിക്കുമാണ്, അതായത് കുറച്ച് കട്ടിയുള്ളതാണ് ഇവരുടെ സെൽ വോൾ എന്ന് പറയുന്നത്. ഈ ഫ്ലോയം ഫൈബേഴ്സ് മെച്യൂർ ആകുന്ന സമയത്ത് പ്രോട്ടോപ്ലാസം ലൂസ് ചെയ്തുകൊണ്ട് ഡെഡായി മാറും. ഓക്കെ, അപ്പോൾ ഇവർ മെച്യൂർ ആകുമ്പോൾ പ്രോട്ടോപ്ലാസം ഇവരിൽ നിന്ന് നഷ്ടപ്പെടും, അങ്ങനെ ഇവർ ഡെഡാകും. അപ്പോൾ ഈ ജൂട്ടിൻ്റെ, ഫ്ലാക്സിൻ്റെ, ഹെമ്പിൻ്റെ ഇവയുടെയൊക്കെ ഫ്ലോയം ഫൈബേഴ്സ് കമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളുടെ ഉപയോഗത്തിന് ഇവയെ, ഈ ഫ്ലോയം ഫൈബേഴ്സിനെ ഉപയോഗിച്ച് വരാറുണ്ട്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസിന് മെക്കാനിക്കൽ സപ്പോർട്ടും പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവ ഒരു സപ്പോർട്ടായിട്ടും പ്രൊട്ടക്ഷനായിട്ടും ആക്ട് ചെയ്യുന്നു, സോഫ്റ്റ് ടിഷ്യൂസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലോയം ഫൈബേഴ്സ് സ്ക്ലീറൻ കൈമാറ്റസ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവയെ പ്രൈമറി ഫ്ലോയത്തിൽ കാണാൻ സാധിക്കില്ല. ഇവ ഇലോങ്ങേറ്റഡ് ആണ്, അൺബ്രാഞ്ച്ഡ് ആണ്, പോയിൻറ്റഡ് നീഡിൽ ലൈക്ക് അപ്പൈസസ് ആണുള്ളത്. സെൽ വോൾ തിക്കാണ്. മെച്യൂരിറ്റിയിൽ ഇവ പ്രോട്ടോപ്ലാസം നഷ്ടപ്പെടുന്നു, അങ്ങനെ ഇവർ ഡെഡായിട്ട് മാറുന്നു. ഇവയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ആർക്ക്, സോഫ്റ്റ് ടിഷ്യൂസിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഇത്രയേ പറയുന്നുള്ളൂ. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.